നമസ്കാരം. സംഘികളും ക്രിസംഘികളും എന്നോട് ക്ഷമിക്കണം. കാരണം നിങ്ങളെ കുറച്ച് വേദനിപ്പിക്കേണ്ടി വരുന്ന വാർത്തകളാണ് എനിക്ക് പറയാനുള്ളത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പരാജയം അവരിന്ന് തുറന്നു സമ്മതിച്ചിരിക്കുന്നു. പ്രതിരോധത്തിലുള്ള അവരുടെ ഒരു പോരായ്മ അത് അവരിന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുന്നു. ലോകം അതിന്ന് നോക്കിക്കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അമേരിക്കയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം, കഴിഞ്ഞ 3 ആഴ്ചയായി അമേരിക്ക യമനിലേക്ക് വ്യോമാക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ഈ വ്യോമാക്രമണങ്ങൾ നടത്തുമ്പോഴൊക്കെ ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് പ്രത്യാക്രമണവും ഉണ്ടാകാറുണ്ട്. ഹൂത്തികളുടെ പ്രത്യാക്രമണത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഇവിടെ പലരും പല വിധത്തിലുള്ള കമന്റുകളുമായി രംഗത്തെത്താറുണ്ട്. പലപ്പോഴും ചില സംഘി ക്രിസംഘി ചാനലുകളുമായി ബന്ധപ്പെട്ട് അതിന്റെ ലിങ്കുകളാണ് ഇവിടെ ചിലരൊക്കെ കൊണ്ടുവന്ന് കമന്റ് ബോക്സിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുന്നത്. അതായത് അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഹൂത്തികളുടെ ഒരു മിസൈൽ ചെങ്കടലിലുള്ള USS ഹാരി എസ് ട്രൂമാനെതിരെ ചീറിപ്പാഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിവരം അത് പുറംലോകം അറിയുന്നത് തന്നെ അവർക്ക് വല്ലാത്ത വേദനയാണ്. എന്തായാലും ഇന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ പുറത്തുവിട്ട ചില വാർത്തകളുണ്ട്. ഹൂത്തികൾക്കെതിരെ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് അമേരിക്ക പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത പുറത്തുവിട്ടത് ഇന്ന് അമേരിക്കൻ മാധ്യമങ്ങളാണ്. ആ വാർത്തകളൊന്ന് പരിശോധിക്കാൻ ഇവിടുത്തെ സംഘികളും അതുപോലെ തന്നെ ക്രിസംഘികളും ഒക്കെ തയ്യാറാകണം. ഏകദേശം $1 ബില്യൺ ഇവിടെ യമനെ ആക്രമിക്കുന്നതിന് വേണ്ടി അമേരിക്ക ചെലവഴിച്ചു കഴിഞ്ഞു. ചെങ്കടൽ സുരക്ഷിതമാക്കുന്നതിനു വേണ്ടിയുള്ള നീക്കങ്ങളാണ് അമേരിക്ക നടത്തിയത്. ചെങ്കടലിലൂടെ ചരക്ക് ഗതാഗതം നടക്കുന്നതിന് വേണ്ടി, ഇസ്രായേലിന് സുരക്ഷയൊരുക്കുന്നതിന് വേണ്ടി. എന്നാൽ അമേരിക്കൻ മാധ്യമങ്ങൾ പറയുന്നത് ഇവിടെ പരാജയപ്പെട്ടു. എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടത് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഇപ്പോൾ പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. അമേരിക്കയുടെ പരാജയം ഇവിടെ അമേരിക്കൻ മാധ്യമങ്ങൾ അതിനെക്കുറിച്ച് ഒരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്. $1 ബില്യൺ ചെലവഴിച്ച് തുടർച്ചയായി യമനെ അല്ലെങ്കിൽ ഹൂത്തികളെ ആക്രമിച്ചിട്ടും ഹൂത്തികളുടെ ആക്രമണ ശേഷിയെ തൊടാൻ കഴിഞ്ഞില്ല, അവരുടെ മിസൈൽ ശേഷിയെ തൊടാൻ കഴിഞ്ഞില്ല. അവർ തുടർച്ചയായി ചെങ്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന USS ഹാരി എസ് ട്രൂമാനും ഈ പടക്കപ്പലിന് അകമ്പടി സേവിക്കുന്ന മറ്റ് യുദ്ധക്കപ്പലുകൾക്കും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ചില കപ്പലുകളൊക്കെ ഇപ്പോൾ ആക്രിക്കാർക്ക് പോലും വേണ്ടാത്ത അവസ്ഥയിലെത്തി എന്ന വാർത്തകൾ അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ വാർത്തകളൊന്ന് പരിശോധിക്കാൻ തയ്യാറാകണം. അതുപോലെ തന്നെ CNN News 18 എന്ന് പറയുന്ന ചാനലുണ്ട്. ആ ചാനലിലും ചില വാർത്തകൾ ഇന്ന് രാവിലെ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. ആ വാർത്തകൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതിനെക്കുറിച്ച് പറയാൻ അല്പം വൈകിപ്പോയി. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, അമേരിക്കയെ തുടർച്ചയായി ആക്രമിക്കുമ്പോൾ ഇവിടെ ഇസ്രായേലും അമേരിക്കയും ഒക്കെ സംയുക്തമായി ഹൂത്തികളുടെ രഹസ്യങ്ങൾ ചോർത്തുന്നതിനു വേണ്ടി വിക്ഷേപിക്കുന്ന ഡ്രോണുകൾ, അതിനെയും ഇവിടെ ഹൂത്തികൾ വളരെ ഫലപ്രദമായി തന്നെ നേരിടുന്നു. അതിനെയും ആക്രമിച്ചു കീഴ്പ്പെടുത്തുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ MQ-9 എന്ന് പറയുന്ന അമേരിക്കയുടെ 3 ഡ്രോണുകൾ ഹൂത്തികൾ തകർത്തു കളഞ്ഞിരുന്നു. എന്നാൽ ഇന്നും അത്തരത്തിലൊരു വാർത്ത പുറത്തു വരികയാണ്. ശതകോടികൾ വില വരുന്ന അമേരിക്കൻ ഡ്രോണുകളെ ഹൂത്തികൾ ഇന്നും ആക്രമിച്ചു കീഴ്പ്പെടുത്തി തകർത്തു കളഞ്ഞു എന്നുള്ള വാർത്ത തന്നെയാണ്. ഇതിനോടൊപ്പം തന്നെ ഇസ്രായേലിനെയും ഹൂത്തികൾ വെറുതെ വിടുന്നില്ല. ഇസ്രായേലിലെ ഡിഫൻസ് ഫോഴ്സ് കേന്ദ്രത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഹൂത്തികളുടെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഈ ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഇസ്രായേലിനകത്ത് സംഭവിച്ചു എന്ന വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഈ നാശനഷ്ടങ്ങളെ കുറിച്ച് ഇസ്രായേൽ ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും പുറത്തു വന്നിട്ടില്ല. എന്നാൽ ഹൂത്തികൾ പറയുന്നത് അത് ഫലസ്തീന് വേണ്ടി പോരാട്ടം നടത്തുന്ന അവിടുത്തെ പോരാളികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ്. ഞങ്ങൾക്ക് ആ ആക്രമണത്തിൽ ഞങ്ങൾക്ക് വിജയം ഞങ്ങളോടൊപ്പമാണ്, ഞങ്ങൾക്ക് വിജയം വരിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഹൂത്തികളുടെ അവകാശവാദം. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം കൂടെ ഇവിടെ ഇസ്രായേൽ ഹമാസ് വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഹമാസിന്റെ ഭാഗത്തു നിന്നും അഷ്കലോണിലേക്ക് ഉൾപ്പെടെ പ്രധാനപ്പെട്ട ഇസ്രായേൽ നഗരങ്ങളിലേക്ക് വലിയ റോക്കറ്റ് ആക്രമണം ഉണ്ടായിട്ടുണ്ട്. 10 റോക്കറ്റുകളെ ഇവിടെ ഫലപ്രദമായി തടയാൻ, അതിനെ തകർത്ത് കളയാൻ തങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ള ഒരു പ്രതികരണം മാത്രമാണ് ഇവിടെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ വന്നിട്ടുള്ള ഒരു പ്രതികരണം. അതേസമയം ഇവിടെ ഹമാസ് നടത്തിയ ഈ റോക്കറ്റ് ആക്രമണത്തിൽ ഇസ്രായേലിനകത്ത് വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വലിയ നാശം വിതക്കാൻ ഈ ആക്രമണത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ചിത്രങ്ങൾ ഇവിടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഒരുപാട് വീഡിയോകൾ പുറത്തുവിട്ടിട്ടുണ്ട്. പല വാഹനങ്ങളും ഇവിടെ
തകർന്ന് തരിപ്പണമായി കിടക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ്. അതുപോലെ തന്നെ ചില കെട്ടിടങ്ങൾ റോക്കറ്റ് തകർന്ന് അതിന്റെ അവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്ന ചില ചിത്രങ്ങൾ. അതുപോലെ തന്നെ ഇവിടെ ഇസ്രായേലിലെ ഒരു പ്രത്യേക വിഭാഗം ഇത്തരത്തിൽ റോക്കറ്റ് ആക്രമണം നടന്ന പ്രദേശങ്ങളിൽ അടിയന്തിരമായിട്ടുള്ള സേവനങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി അവർ നെട്ടോട്ടത്തിലായിരുന്നു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഇന്നത്തെ ദിവസം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരാജയം ലോകമറിഞ്ഞ ദിവസമാണ്. അമേരിക്ക അത് ലോകത്തോട് അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ വിളിച്ചു പറഞ്ഞ ദിവസമാണ്. എന്തായാലും ഇവിടുത്തെ സംഘികളും അതുപോലെ തന്നെ ക്രിസംഘികളും ഈ വിവരം അറിഞ്ഞു കാണാനുള്ള സാധ്യതയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള വാർത്തകൾ കാണുന്നത്, അത് വായിക്കുന്നത്, അത്തരത്തിലുള്ള വീഡിയോകൾ കാണുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇവിടെ ഹൂത്തികളെ ആക്രമിച്ചു, അവിടെ സാധാരണക്കാരായിട്ടുള്ള 4 ആളുകൾ മരണപ്പെട്ടു, അല്ലെങ്കിൽ ഫലസ്തീനിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി അവിടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മരണപ്പെട്ടു എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ അവർക്കൊരു വല്ലാത്ത സുഖമാണ്. എന്തായാലും ഹൂത്തികളെ സംബന്ധിച്ചിടത്തോളം അവരിന്ന് അമേരിക്കക്ക് അല്ലെങ്കിൽ ഇസ്രായേലിന് അതിശക്തമായ തിരിച്ചടികൾ കൊടുത്ത ദിവസമാണ്. അതുപോലെ തന്നെ ഹമാസും ഇസ്രായേലിലേക്ക് വലിയ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ആക്രമണങ്ങൾ തങ്ങൾക്ക് തടുക്കാൻ കഴിഞ്ഞില്ല, ഈ ആക്രമണങ്ങളെ തകർക്കാൻ കഴിഞ്ഞില്ല, റോക്കറ്റുകളെ തകർക്കാൻ കഴിഞ്ഞില്ല എന്ന് ഇന്ന് ഇസ്രായേലിൽ നിന്നും പുറത്തു വന്ന ചിത്രങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അമേരിക്കൻ മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തകളിൽ അമേരിക്കയുടെ പരാജയം അത് തുറന്നു സംബന്ധിച്ചിട്ടുണ്ട്. $1 ബില്യൺ ഇവിടെ യമനെതിരെ ആക്രമണം നടത്തുന്നതിന് വേണ്ടി അമേരിക്ക ചെലവഴിച്ചതിന്റെ കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യം കൂടെ ഇന്ന് മാധ്യമങ്ങൾ ആ വിവരം കൂടെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതായത് ചെലവ് കുത്തനെ കൂടുകയാണ്. ഇനിയും ഇത്തരത്തിൽ ഒരു കാര്യവുമില്ലാതെ ലക്ഷ്യത്തിലെത്താൻ കഴിയാത്ത ആക്രമണങ്ങൾക്ക് വേണ്ടി എന്തിനാണ് ഇനിയും ഇങ്ങനെ തുക ചെലവഴിക്കുന്നത്? പൊതുഖജനാവ് എന്തിനാണ് കാലിയാക്കുന്നത്? ഇനിയൊരു കരയുദ്ധം നടത്താം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അത്തരത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നു. വ്യോമാക്രമണവുമായി ബന്ധപ്പെട്ട് ഹൂത്തികളെ തൊടാൻ കഴിയുന്നില്ല എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ഒരു പരാജയമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല.